നമ്മുടെ 2025 ബിഗ്ഗസ്റ്റ് സ്കാം എന്ന് പറഞ്ഞൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതായത് പ്രവീണും പ്രണവും കൂടിയുള്ള അടിപിടി. അതായത് അവർ റീച്ചിന് വേണ്ടിയിട്ടാണ്, വ്യൂസിന് വേണ്ടിയിട്ടാണ്, പണത്തിന് വേണ്ടിയിട്ടാണ് അടി ഉണ്ടാക്കിയതെന്നൊക്കെ പറഞ്ഞ് ഒരു വീഡിയോ ഉണ്ടായിരുന്നു. ബിഗ്ഗസ്റ്റ് സ്കാം ഇൻ 2025 എന്ന് പറഞ്ഞിട്ട്. അപ്പം അതെനിക്കൊരു സ്കാമായിട്ട് തോന്നിയില്ല. പക്ഷേ ഇപ്പം ഒരു ചേട്ടനും അനിയനും തമ്മിലുള്ള പ്രശ്നം, ഫസൽ വ്ളോഗ് എന്ന് പറഞ്ഞിട്ടൊരു യൂട്യൂബ് ചാനലുണ്ട്. ഞാനത് എങ്ങനെയാണോ എനിക്കതിൻ്റെ ഒരു റെക്കമെൻഡേഷൻ വന്നു, അപ്പോഴാണ് ഞാൻ ആ വീഡിയോ കണ്ടത്. അപ്പോൾ അതിനകത്ത് അനിയനും ചേട്ടനും കൂടി നടത്തിക്കൊണ്ടിരുന്ന യൂട്യൂബ് ചാനലിൽ നിന്ന് ഒരു ദിവസം പെട്ടെന്ന് അനിയനെ കാണാതാകുന്നു. അപ്പോഴേക്കും ആൾക്കാർ ചോദിക്കുന്നു, അനിയൻ എവിടെ, അനിയൻ എവിടെ, അനിയൻ എവിടെ. അങ്ങനെ ഒരു മാസത്തെ ആൾക്കാരുടെ ചോദ്യത്തിന് ശേഷം ഈ ചേട്ടനും ഉമ്മയും ഉമ്മൂമ്മയും എന്ന് തോന്നുന്നു, ആ ഒരു 3 പേരും കൂടി ഇരുന്നൊരു വീഡിയോ ചെയ്യുകയാണ്. അതായത് അനിയൻ എവിടെ പോയി, അനിയൻ ഇന്ന് സംഭവിച്ചു. യൂട്യൂബ് ചാനലിൻ്റെ മെയിൻ ആൾ അനിയനായിരുന്നു, ഇപ്പം അനിയനെ കാണുന്നില്ല. അപ്പോൾ അത് പറഞ്ഞ ഒരു വീഡിയോ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിനകത്ത് ആ ഉമ്മയ്ക്കും ആ ഉമ്മേൻ്റെ ഉമ്മയാന്ന് തോന്നുന്നു, ഉമ്മൂമ്മയ്ക്കൊക്കെ ഭയങ്കരമായ രീതിയിൽ കരച്ചിൽ വരുന്നു. ഇതൊരു നാടകമാണെങ്കിൽ അവർ ഈ നാടകത്തിൽ പങ്കെടുക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. പക്ഷേ ഒരു മാസമായിട്ട് ആൾക്കാർ ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യത്തിന് അവർ ഇന്നലെ മിനിഞ്ഞാന്നെങ്ങാണ്ട് വന്നിട്ടാണ് ആ വീഡിയോ ഇട്ടത്. ആ വീഡിയോ ഏകദേശം 6 ലക്ഷം 7 ലക്ഷം വ്യൂസ് വരെ എത്തി. അതായത് അവർക്ക് 200 ചില്ലറ സബ്സ്ക്രൈബേഴ്സ് എന്നുണ്ട്, അതായത് 2 ലക്ഷത്തിന് മേളിൽ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. പക്ഷെ അവരുടെ വീഡിയോ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം അധികം വ്യൂസ് ഒന്നുമില്ല. വ്യൂസൊക്കെ ഉണ്ട്, 3 ലക്ഷവും 4 ലക്ഷമൊക്കെ ഉള്ള വ്യൂസ് ഉള്ളതുണ്ട്. പക്ഷെ അടുത്തിടയ്ക്കായിട്ട് കുറച്ച് വ്യൂസ് കുറവാണ്. വീട് പണി നടക്കുകയാണ്, പൈസയ്ക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പം അവർ ആ വീഡിയോയിൽ വന്നിരുന്ന് ഉമ്മയും ചേട്ടനും കൂടി പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് അനിയന് ഒരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമുണ്ട്. അപ്പോൾ പെൺകുട്ടീൻ്റെ വീട്ടുകാർ പറഞ്ഞു, യൂട്യൂബ് ചാനലുമായിട്ട് നടന്നാൽ ശരിയാവില്ല, നീ ആദ്യം പോയിട്ടൊരു ജോലിയായിട്ട് വാ, അതിനുശേഷം നമുക്ക് കല്യാണം നോക്കാം എന്ന് പറഞ്ഞു. അപ്പം അനിയൻ ജോലി അന്വേഷിച്ച് പോയതാണ് എന്ന് പറയുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ അനിയൻ ജോലി അന്വേഷിച്ച് പോകുമ്പോൾ വേണമെങ്കിൽ എന്ത് ചെയ്യാം, വീഡിയോയിലൊന്ന് പറയാം, ഞാൻ എൻ്റെ സ്വകാര്യ ആവശ്യങ്ങൾക്കായിട്ട്. അതിനകത്ത് ഇപ്പോൾ ഈ പെൺകുട്ടീനെ വലിച്ചിടുകയോ പെൺകുട്ടീൻ്റെ വീട്ടുകാരെ വലിച്ചിടുകയോ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. എനിക്കൊരു ജോലി ആവശ്യമുണ്ട്, അല്ലെങ്കിൽ എനിക്ക് എറണാകുളത്തൊരു ജോലി സെറ്റായി, അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവുകയാണ്, അപ്പോൾ ഇനി വീഡിയോയിൽ ഞാൻ ഉണ്ടാകില്ല എന്ന് പറഞ്ഞ് വളരെ മാന്യമായി ആ വീഡിയോ കാണുന്ന ആൾക്കാരെ വളരെ മാന്യമായ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് ഈ അനിയന് വേണമെങ്കിൽ എറണാകുളത്തോ ഇഷ്ടമുള്ള സ്ഥലത്ത് പോയി ജോലി ചെയ്യാം. പക്ഷെ ഇവരാരും ഇതിനെക്കുറിച്ച് മിണ്ടിയില്ല. അതാണ്, ആൾക്കാരെയും കൊണ്ട് അങ്ങോട്ട് ചോദിപ്പിച്ചു, അനിയൻ എവിടെ, അനിയൻ എവിടെ, അനിയൻ എവിടെ. അപ്പോൾ ഇവർക്ക് പറയാലോ, ആൾക്കാരുടെ ശല്യം കാരണം ഞങ്ങൾ ഒരു വീഡിയോ ചെയ്തതാണ്, അങ്ങനെ ചെയ്തതാണെന്ന് പറഞ്ഞാണ് ആ വീഡിയോ ചെയ്തത്. അപ്പോൾ ആ വീഡിയോ 7 ലക്ഷമായി ഒറ്റ ദിവസം കൊണ്ട്. പിറ്റേ ദിവസം ആയപ്പോഴത്തേനും എന്തേണ്ടേ, അനിയൻ്റെ വക എന്തുകൊണ്ടാണ് അനിയൻ ഈ വിഷയത്തിൽ പറയാനുള്ളത് എന്താണ്, അടുത്തത് അനിയൻ്റെ വീഡിയോ. അതും ഇപ്പം 2 ലക്ഷം 3 ലക്ഷമൊക്കെ ആയെന്ന് തോന്നുന്നു വ്യൂസ്. അപ്പം കൂടുതൽ ആൾക്കാരിലേക്ക് വീഡിയോ എത്തിക്കുക എന്നുള്ള ലക്ഷ്യം സ്വാഭാവികമായിട്ടും ഉണ്ടാകും. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എൻ്റെ സബ്സ്ക്രൈബേഴ്സ് അറിയാൻ, അല്ലെങ്കിൽ എൻ്റെ വ്യൂവേഴ്സ് അറിയാൻ എനിക്കൊരു ജോലി കിട്ടി, ഞാൻ അങ്ങോട്ട് പോവുകയാണ് എന്ന് പറഞ്ഞ് പോകേണ്ട ഒരു കാര്യമുള്ളൂ. അത് ഇത്രത്തോളം ഇഷ്യൂ ആക്കേണ്ട ഒരു കാര്യമില്ല. അതിൻ്റെ ഇടയ്ക്ക് ചേട്ടൻ വീഡിയോ ഇട്ടപ്പോൾ ചേട്ടൻ്റെ വീഡിയോയിൽ വന്നിട്ട് ഉമ്മയും ഒക്കെ കരയുന്നുണ്ട്. അവരുടെ കരച്ചിൽ ഒരിക്കലും ഒരു കള്ളത്തരാന്ന് ഞാൻ പറയില്ല. കാരണം ഇത്രയും നാളായിട്ട് വീട്ടിൽ നിന്ന് മാറി നിൽക്കാത്ത ഒരു മകൻ വീട്ടിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആർക്കാണെങ്കിലും ഒരു വിഷമം ഉണ്ടാവും. പക്ഷേ ഈ ചേട്ടനും അനിയനും കൂടി എന്തിനാണ് ഇത്രത്തോളം കിടന്ന് കഷ്ടപ്പെടുന്നതെന്ന് അറിയത്തില്ല. നേരത്തെ പറഞ്ഞതുപോലെ വീട് പണി നടക്കുകയാണ്, പൈസയ്ക്ക് ആവശ്യം ഉണ്ടാവും, പിന്നെ നല്ല റീച്ചിന് ആവശ്യം ഉണ്ടാവും. അപ്പോൾ ഈ 7 ലക്ഷം പേര് കാണുക എന്ന് പറഞ്ഞാൽ അവരുടെ യൂട്യൂബിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ കണ്ടിരിക്കുന്ന വീഡിയോ അതാണ്. അപ്പം ഇതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ വളരെ വളരെ സാവധാനത്തിൽ പറഞ്ഞു തീർക്കേണ്ട ഒരു വിഷയം ആ അനിയൻ സ്നേഹിക്കുന്ന പെണ്ണിനെയും ആ പെണ്ണിൻ്റെ വീട്ടുകാർ ഇതിനകത്തേക്ക് വലിച്ചിട്ട് കമൻറ്റ് ബോക്സിൽ അവർക്കുള്ള തെറി വേറെ, ഇവർക്കുള്ള തെറി വേറെ, അനിയനുള്ള തെറി വേറെ. എന്തിനാണ് ഇത്രത്തോളം മെനക്കെട്ടെ? അപ്പം തെറി കേൾക്കുവാണെങ്കിലും ഞങ്ങളുടെ വീഡിയോ റീച്ച് ആകണം. അല്ലെങ്കിൽ അവർ പറയുന്നുണ്ട്, ഇനി 3 ദിവസം കഴിയുമ്പോഴത്തേനും എറണാകുളത്ത് നിന്ന് അനിയൻ തിരിച്ച് ഇവരുടെ വീട്ടിലേക്ക് വരും, എന്നാൽ പിന്നെ ആ 3 ദിവസം കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരുമിച്ചിരുന്ന് വീഡിയോ ഇട്ടിട്ട് ആ കാര്യങ്ങളൊക്കെ അങ്ങ് പറഞ്ഞാൽ പോരായിരുന്നു. അപ്പോൾ ഇത്രയും നാൾ വെയിറ്റ് ചെയ്ത ആൾക്കാർക്ക് ഈ ഒരു 3 ദിവസവും കൂടി വെയിറ്റ് ചെയ്യാനായിരുന്നു പാട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്കല്ല, സോഷ്യൽ മീഡിയയിൽ വർക്ക് ചെയ്യുന്ന ആർക്കും അറിയാം, ഒരു വിഷയം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് കത്തിക്കയറാൻ ഭയങ്കര എളുപ്പമാണ്. നമ്മളൊരു നല്ല കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് സോഷ്യൽ മീഡിയയിൽ വൈറലാകാൻ ഭയങ്കര പാടാണ്. പക്ഷേ
എന്തെങ്കിലും ഒരു പ്രശ്നം അവിടെ ഇവിടെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് കയറും. കാരണം ഇവർ ഈ തമ്മനയിൽ ഇട്ടേക്കുന്ന അത് കൂട്ട് ടൈപ്പ് സാധനമാണ്. അതായത് ഇവരുടെ ഉമ്മ ഇരുന്ന് കരയുന്നതാണ് ഇവർ ആദ്യത്തെ വീഡിയോയിൽ തമ്മനയിലാക്കി ഇട്ടേക്കുന്നത്. ഇനി രണ്ടാമത്തെ വീഡിയോയിൽ അനിയൻ അതിൻ്റെ കാര്യം പറയുമ്പോൾ അനിയൻ ഭയങ്കര വിഷമിച്ചിരിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ അതിനകത്ത് പറയുന്നത്. അതിനകത്ത് അനിയൻ പറയുമ്പോൾ പ്രത്യേകം പറയുന്നുണ്ട് കേട്ടോ, അതായത് വീഡിയോ എല്ലാവരും മൊത്തം ഇരുന്ന് കാണണം. കാരണം ഞങ്ങളുടെ വീഡിയോ ആൾക്കാർ കാണുന്നില്ല. ആകെ 3 മിനിറ്റൊക്കെയാണ് വാച്ചിങ് ടൈം. അതായത് ഓരോരുത്തർ എത്ര നേരം വെച്ച് വീഡിയോ കാണുന്നുണ്ടെന്ന് നമുക്ക് യൂട്യൂബിൽ അറിയാൻ പറ്റും. അത് 3 മിനിറ്റേ ഉള്ളൂ. ആ 3 മിനിറ്റ് പോലെ എല്ലാവരും ഇരുന്ന് കാണണം, എന്നിട്ട് വേണം എല്ലാവരും കമൻറ്റ് ഇടാൻ. അപ്പം ഭയങ്കര ബുദ്ധിപരമായ രീതിയിലാണ് കാര്യങ്ങളൊക്കെ നമ്മുടെ കണ്ണിൽ കൂടെ നോക്കുമ്പോൾ കേട്ടോ. കാരണം നമുക്കങ്ങനെ തോന്നും. കാരണം ഇപ്പോൾ കുറച്ച് നാളായിട്ട് സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന സംഭവങ്ങൾ അങ്ങനെയാണ്. ഇവരുടെ കാര്യം എടുത്തു വെച്ച് നോക്കുവാണെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് പറയാൻ പറ്റൂ. അല്ലെങ്കിൽ പിന്നെ അനിയൻ പോകാൻ നേരത്ത് വളരെ മാന്യമായ രീതിയിൽ ആ പെണ്ണിനെയും ആ പെണ്ണിൻ്റെ വീട്ടുകാരെയും ഒന്നും ഇതിനകത്തേക്ക് വലിച്ചിടാത്ത രീതിയിൽ പറഞ്ഞിട്ടങ്ങ് പോകേണ്ട കാര്യമുള്ളൂ. എനിക്കൊരു ജോലിയുണ്ട്, അല്ലെങ്കിൽ എനിക്കൊരു ജോലി ആവശ്യമുണ്ട്, യൂട്യൂബായിട്ട് നിന്നാൽ ശരിയാവില്ല, അപ്പം ഞാൻ ജോലി അപ്പി പോവാണ് എന്ന് വളരെ മാന്യമായി പറഞ്ഞിട്ട് പോയാൽ പോരായിരുന്നു. ഇത് വെറുതെ 1 മാസക്കാലത്തോളം ആൾക്കാരെയും കൊണ്ട് അങ്ങോട്ട് ചോദിപ്പിച്ചു. അതാണ് ഐഡിയ. ആൾക്കാരെയും കൊണ്ട് ചോദിപ്പിച്ചു, അനിയൻ എവിടെ, അനിയനെ കാണുന്നില്ലല്ലോ, അനിയൻ എന്തു പറ്റി. അപ്പോൾ ആൾക്കാരുടെ ശല്യം സഹിക്കുക വയ്യാതെയാണ് ഇവർ ആ ആദ്യത്തെ വീഡിയോ ഇട്ടതെന്നാണ് പറയുന്നത്. എന്നിട്ട് പറയുന്നുണ്ട്, ഇനി ചോദിക്കരുത് കേട്ടോ, അനിയൻ എവിടെ പോയി ഇനി ചോദിക്കരുത് എന്നും പറയുന്നുണ്ട്. അതുകൂടാതെ പെട്ടെന്ന് 3 ദിവസം കൊണ്ട് അനിയൻ എന്നാൽ പിന്നെ വീട്ടിൽ വന്നിട്ട് പറഞ്ഞാൽ പോരെ കാര്യങ്ങൾ. ഇവരൊരു വീഡിയോ ഇട്ടു, പുറകെ അനിയൻ ആ ചാനലിൽ തന്നെ അടുത്ത വീഡിയോ ഇടുന്നു. ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവുമില്ല, വീട്ടുകാരും ഞങ്ങളും ഭയങ്കരമായ കണക്ഷനാണ്, ഇപ്പോഴും ഇങ്ങനെ ഒരു ആവശ്യത്തിന് വന്നതാണ്. ആ പെണ്ണിൻ്റെ വീട്ടുകാർ എന്തിനാണ് നിങ്ങൾ ചീത്ത പറയുന്നത്? നിങ്ങൾ തന്നെ ഓരോ സാധനം വലിച്ചുകൊണ്ടിട്ടു, ചീത്ത പറയാൻ ഓരോ സാധനം കൊണ്ടിട്ടു. കാരണം നമ്മൾ ഈ കമൻറ്റ് ചെയ്യുമ്പോഴേ നെഗറ്റീവ് കമൻറ്റ് ആണെങ്കിൽ പെട്ടെന്ന് സാധനം റീച്ചായി പോകും. നമ്മൾ പറയില്ലേ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുന്നത് വെറുതെ അല്ല. കമൻറ്റൊക്കെ ചെയ്യുമ്പോൾ യൂട്യൂബിന് മനസ്സിലാകും, അല്ലെങ്കിൽ ലൈക്ക് ചെയ്യുമ്പോൾ യൂട്യൂബിന് മനസ്സിലാകും ഇത് ട്രെൻഡിങ്ങിൽ വരാനുള്ളൊരു സാധനമാണ്. അപ്പം യൂട്യൂബ് പെട്ടെന്ന് ഇത് ബാക്കിയുള്ളവരിലേക്ക് റെക്കമെൻഡ് ചെയ്യും. ഞാൻ പറഞ്ഞില്ല, അവരുടെ ഇങ്ങനെ യൂട്യൂബ് ചാനൽ ഉണ്ടെന്ന് പോലും എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിക്കൊരു റെക്കമെൻഡേഷൻ വന്നപ്പോഴാണ് പിന്നെ ഇത് കാണുന്നത്. അപ്പോൾ അവരുടെ ആദ്യത്തെ വീഡിയോ കണ്ടുകൊണ്ട് അനിയനിട്ട രണ്ടാമത്തെ വീഡിയോ എന്തായി, എനിക്ക് വീണ്ടും റെക്കമെൻഡഡ് ആയി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, പിന്നെ അവരുടെ അടുത്ത വീഡിയോ റെക്കമെൻഡഡ് ആകും. പിന്നെ നമ്മൾ കണ്ട് ചിലപ്പോൾ അവരുടെ ഒരു വലിയ ഫാനായിട്ട് മാറും. അപ്പോൾ ഇതിൻ്റെ പുറകെ നടക്കുന്ന കളികൾ എന്ന് പറഞ്ഞാൽ വലിയ കളികളാണ്. ഇവരങ്ങനെ കളിച്ചു എന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഇവരുടെ സംഭവമൊക്കെ കണ്ടിട്ട് അങ്ങനെ കളിക്കുന്നത് പോലെയാണ് തോന്നിയത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞാൽ വളരെ മാന്യമായിട്ട് എല്ലാം തീർത്തു പോകേണ്ട ഒരു കേസ്. ഇവർ ഉമ്മ കരയുന്ന വീഡിയോയും ചേട്ടൻ്റെ വക വേറൊരു വീഡിയോയും അനിയൻ്റെ വക വേറൊരു വീഡിയോയും, ഇതിനകത്ത് ആ ഫസ്റ്റ് വീഡിയോയിൽ ആ പെൺകുട്ടി തന്നെ വന്ന് കമൻറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ഇവർ വീഡിയോ പറയുന്ന കുറേ കാര്യം ശരിയല്ല, ആൾക്കാർ നമ്മൾ ചീത്ത വിളിക്കുവാണ്, അല്ലെങ്കിൽ എൻ്റെ അപ്പൻ അത്തരത്തിലുള്ള ഒരാളല്ല, ഞങ്ങളങ്ങനെ യൂട്യൂബ് നിർത്താനും ഇവരോട് പറഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ആ പെണ്ണിൻ്റെ വക വലിയൊരു കമൻറ്റ് അത് പിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. അപ്പോൾ എന്താണെങ്കിലും സംഭവം സൂപ്പറായിട്ടുണ്ട്. അപ്പം ആൾക്കാരൊക്കെ എല്ലാവരും ഇരുന്ന് കാണുക, പൈസയ്ക്ക് വേണ്ടി റീച്ചിന് വേണ്ടിയും ചെയ്യുന്നില്ലേ. അപ്പം ഈ ഒരു റിയാക്ഷൻ വീഡിയോ വഴി ഒരു 500 പേരെങ്കിൽ 500 പേര്, 1000 പേരെങ്കിൽ 1000 പേര് അവരുടെ വീഡിയോ കാണട്ടെ. ഫസൽ ഫാമിലി എന്നെന്താണ് യൂട്യൂബിൻ്റെ പേര്. അപ്പോൾ അടിച്ചു നോക്കി വീഡിയോ കാണുക. ഇത്ര കഷ്ടപ്പെട്ടതല്ലേ ഇവർ, അപ്പം അതിനുള്ള റീച്ച് നമ്മളായിട്ടെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ.